ഗ്യാരിനെ ക്യൂബോയിഡ്. ഫ്ലോർ ഇല്ലേ, 6 ഫേസ് ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ അത് ടൈൽസോ മാർബിളോ ഒക്കെ ഇട്ടുണ്ട്. മേലെ റൂഫ്, ഈ വാള് ആ വാള്, then opposite me my wall. 6 walls are. അപ്പൊ ഏരിയ ഓഫ് ഓൾ ഫേസസ്, 6 ഫേസസ്, that is called surface area of a cuboid. സർഫസ് ഏരിയ ആൻഡ് സർഫസ് ഏരിയ ഡിഫറൻസ് മനസ്സിലാക്കി. സ്ക്വയർ ആണെങ്കിലോ ഏരിയ സ്ക്വയറിന്റെ 3 dimension സോളിഡ് ഫിഗർ 3 dimension. സ്ക്വയർ ഈസ് എ 2 dimension സ്ക്വയർ. ഇപ്പൊ റെക്ടാംഗിളിൽ ഒരുപാട് ഇവിടെ കാണുന്നുണ്ട്. റെക്ടാംഗിൾ ഇവിടെ നോക്കി, ഇസ് എ ക്യൂബോയിഡ്. ഇവിടെ ഒക്കെ റെക്ടാംഗിൾ അല്ലേ, റെക്ടാംഗിൾ. ഇത് തന്നെയാണ് നമ്മുടെ റൂം. എങ്ങനെയും ചെയ്യാം. ബേസ്, അതിന് ടോപ്പ് സെയിം, സൈഡ് ദിസ് പാർട്ട് ആൻഡ് ദിസ് പാർട്ട്. എല്ലാ ബോക്സും ക്യൂബോയിഡ് അല്ലെ ക്യൂബായിട്ട്. അപ്പൊ ഓരോ ഫേസിന്റെ ഏരിയ കണ്ടിട്ട് ആഡ് ചെയ്താൽ അതാ നമുക്ക് കിട്ടുന്നത്. ഇവിടെ സോളിഡ് ഫിഗർ ആകുമ്പോ ഒരു എച്ചും കൂടും. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് വരുന്നുണ്ട്. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് വരുന്നുണ്ട്. ഹൈറ്റ്, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, LBH. അപ്പൊ അതിന്റെ ഈസിയാണ്. ഇതിന്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് LB, റെക്ടാംഗിൾ LB പ്ലസ് LB2 LB. പിന്നെ നമുക്ക് ഇവിടെ സി ഹിയർ ലെങ്ത് ഇൻറ്റു ഹൈറ്റ് LH. ഇവിടെ LH കാണാം, LH സെയിം, LH പ്ലസ് LH 2LH. ഇവിടെ എന്താ കാണുന്നത്? ദിസ് ഇസ് H, ദിസ് ഇസ് ബ്രെഡ്ത്ത്, BH പ്ലസ് BH 2BH. That is why 2 into LB plus BH plus HL. Cyclic 2 into. അതാണ് അതിന്റെ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോയിഡ്. ക്ലാസ് 6 എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഏരിയ ഓഫ് ഓൾ ഫേസസ്. 8th നാണ് സർഫസ് ഏരിയക്ക് വരുന്നെങ്കിലും എല്ലാ റെക്ടാംഗിൾ പിന്നെ 7th 8th കാണാൻ പറ്റും. സർഫസ് ഏരിയ. എന്റെ മക്കൾ, പ്ലീസ് മൈ ഡിയർ ചിൽഡ്രൻ, ഏരിയ സർഫസ് ഏരിയയിലെ ഡിഫറൻസ് ആദ്യം മനസ്സിലാക്കുക. പലർക്കും അറിയാം, ഞാൻ ചോദിക്കുക, പലർക്കും അറിയില്ല. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഏരിയ ആൻഡ് സർഫസ്? എന്നിട്ടെല്ലാം പഠിക്കുക, മനസ്സിലാക്കണം. ഏരിയ ഓഫ് എ റെക്ടാംഗിൾ, അതിന്റെ 3 dimension സർഫസ് ഏരിയ. റെക്ടാംഗിൾ ടു ക്യൂബോയിഡ്, ദാറ്റ് മീൻസ് നമ്മുടെ ക്ലാസ് റൂം ഒക്കെ ക്യൂബോയിഡ് ആണല്ലോ. യു ആർ ഇൻ എ ക്യൂബോയിഡ്. ഇനി ഞാൻ പറയും യു ആർ ഇൻ എ പ്രിസൺ എന്ന് പറയും. പ്രിസാണ്, ഇതെല്ലാം പ്രിസാണ്. അപ്പൊ അതിന്റെ സർഫസ് ഏരിയ, ദാറ്റ് മീൻസ് ഐ ആം ടോക്കിംഗ് അബൌട്ട് ടോട്ടൽ സർഫസ് ഏരിയ. ലാറ്ററൽ സർഫസ് ഏരിയ ഉണ്ട്, അത് ഏരിയ 4 വാൾസ്. ലാറ്ററൽ സർഫസ് ഏരിയ LSA. ഇതൊക്കെ ബ്യൂട്ടിഫുൾ ഫോർമുല ഉണ്ട്. പല സിസ്റ്റത്തിലും നല്ല ഫോർമുല നമുക്ക് എന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. IGCS, ബ്രിട്ടീഷ് സിസ്റ്റം, അമേരിക്കൻ സിസ്റ്റം, ബ്യൂട്ടിഫുൾ ഫോർമുല. നമ്മൾ ബൈ ഹാർട്ട് ആക്കേണ്ട ആവശ്യം.